വധുവിന് ഭക്ഷണം വിളമ്പാൻ വൈകിയതിനെ ചൊല്ലി വരനും കുടുംബവും മടങ്ങിപ്പോയി. സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ചന്ദോലി ജില്ലയിലെ ഹമീദ്പൂർ ഗ്രാമത്തിൽ നടന്ന ഒരു വിവാഹത്തിലാണ്. വരൻ മെഹ്താബും ബന്ധുക്കളും റൊട്ടി വിളമ്പുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിന്നു. പ്രശ്നം പരിഹരിക്കാൻ വധുവിന്റെ വീട്ടുകാർ ശ്രമിച്ചുവെങ്കിലും വരന്റെ കക്ഷി പിരിഞ്ഞു. അന്ന് രാത്രി തന്നെ മെഹ്താബ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. തന്റെ മുറപ്പെണ്ണിനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. സ്ത്രീധനമായി അയച്ച 1,50,000 ഉൾപ്പെടെ 7 ലക്ഷം രൂപ വിവാഹത്തിന് ചെലവായതായി അവകാശപ്പെട്ട വധുവിന്റെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഉടനടിയൊന്നും നടപടിയൊന്നും ഉണ്ടാകാത്തപ്പോൾ വരന്റെ ഭാഗത്തു നിന്ന് 5 വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് അവർ വിഷയം പോലീസ് സൂപ്രണ്ടിന് നൽകുകയും ചെയ്തു. ലൈമിൻഡിൽ അനുസരിച്ച് 1961 സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളികളെ ഈ സംഭവം എടുത്തു കാണിക്കുകയാണ്. സ്ത്രീധനം നൽകുന്നതിനോ സ്വീകരിക്കുന്നതിനോ കുറഞ്ഞത് 5 വർഷം തടവും കുറഞ്ഞത് 15,000 പിഴയും അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ മൂല്യം ഇതിലെ ഏതാണ് കൂടുതലോ അത് ശിക്ഷാർഹമാണ്. ലൈമിന്റെ സ്ത്രീധന സമ്പ്രദായങ്ങൾക്കെതിരായ നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് വധുവിന്റെ കുടുംബം നീതി തേടുകയും ചെയ്തു.